വീണ്ടും ഓൺ റൂട്ടഡ് റോസസിന്റെ അടിപൊളി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 129 രൂപ റേഞ്ചിലുള്ള പ്ലാന്റ്സ് നോക്കാം. ഇത്തവണത്തെ സ്റ്റോക്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ പിങ്ക് ബുഷ് റോസ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, നിറച്ച് ഇലകളായിട്ട് ചെറിയ പൂക്കളുമാണ്, പക്ഷെ വളരെ അട്രാക്റ്റീവ് ആണ്, നല്ല ബുഷി ആയിട്ട് വളർത്താൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ റെഡ് ക്രീപ്പർ റോസ് ആണ്. നല്ല മെച്യൂർ ആയിട്ടുള്ള പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിൽ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്രീപ്പർ വൈറ്റ് റോസ് ആണ്. ക്രീപ്പർ വൈറ്റ് റോസിന്റെ നല്ല മെച്യൂർ പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒറിജിനൽ പനിനീർ റോസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയറി ലാവൻഡർ റോസ് വന്നിട്ടുണ്ട്, ഡേസി വൈറ്റ് റോസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓൺ റൂട്ടഡ് വെറൈറ്റീസ് ആണ്. അതുപോലെ തന്നെ ബട്ടൺ റോസിന്റെ പിങ്ക് വെറൈറ്റി, പിന്നെ നമ്മുടെ ചെറി റോസ്, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ചെറി റോസ്, അതിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന നമ്മുടെ മിനിയേച്ചർ വൈറ്റ് റോസ്, അതുപോലെ തന്നെ സമ്മർ സ്നോ റോസിന്റെ ക്രീപ്പർ വെറൈറ്റിയാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മിനിയേച്ചർ യെല്ലോ റോസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആവശ്യക്കാരുള്ള നമ്മുടെ ഓർക്കിഡ് റോസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാടൻ പന്നീർ റോസിന്റെ 99 രൂപയുടെ പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷ് ക്യൂൻ റോസ് 139 രൂപയാണ്. മിഡ് നൈറ്റ് ബ്ലൂ റോസ് എത്തിയിട്ടുണ്ട് 149 ആണ്. റെഡിഷ് ഓറഞ്ചിന്റെ ക്രീപ്പർ റോസ് 199 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് വഴി അറിയാത്തവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയാൽ നടേണ്ട മെത്തേഡ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് തന്നെ പോട്ട് ചെയ്യുക, കെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ പ്ലാൻസുമായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.